അപ്പോൾ ഇനി നമുക്ക് ഒന്ന് പാലക്കാട്ടേക്ക് പോകണം. അവിടെ കോട്ടായിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, അവിടെ ഇക്ബാൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആ സംഭവ സ്ഥലത്ത്. കോട്ടായിൽ മൻസൂറിൻ്റെ വീട്ടിൽ അയൽവാസി ആക്രമണമുണ്ടാക്കുകയും വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ ഉൾപ്പെടെ 8ഓളം വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ മൻസൂറിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഇക്ബാൽ അറയ്ക്കൽ അവിടെ നേരിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇക്ബാൽ, അവിടെ ചെല്ലുമ്പോൾ അതേ നിലയിൽ തന്നെയാണോ ഇപ്പോഴും ഈ വാഹനങ്ങൾ കിടക്കുന്നത്? അരുൺ, കേവലം ഒരു കല്യാണത്തിന് ഡ്രസ് കോഡ് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് എടുക്കുന്നു. ആ ഡ്രസ് കോഡ് തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ തർക്കമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ ഈ വാഹനങ്ങൾ തല്ലി തകർക്കുക, ഈ വീട്ടിലുള്ള ആളുകളെ ആക്രമിക്കാൻ വേണ്ടി വരിക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. ആ തർക്കമാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മുമ്പായി ഏകദേശം 3:45 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്. കീഴത്തൂർ സ്വദേശിയായിട്ടുള്ള മൻസൂർ, അതുപോലെ തന്നെ മുബാറക്ക്, ഇവരുടെ വീട്ടിലേക്കാണ് അയൽവാസിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് വരികയും 15ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മൻസൂറും അതുപോലെ തന്നെ മുബാറക്കും ഇപ്പോൾ പറയുന്നത്. അവരെല്ലാവരും കൂടി വന്ന് ഈ വീട് പൂർണ്ണമായും ആക്രമിക്കുകയായിരുന്നു. മൻസൂർ ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പുതിയ കാറാണ്. ആ കാറ് തകർത്തു. ഒരു ട്രാവലർ ഉണ്ടായിരുന്നു. ആ ട്രാവലർ, ഒരു ലോറി, അതുപോലെ തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങളുണ്ടായിരുന്നു. ആ വാഹനങ്ങളെല്ലാം തകർത്തു. മൻസൂർ പറയുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ മൻസൂർ തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നതിന് ശേഷമാണ് പിന്നീട് വാഹനങ്ങൾ തകർത്തത്. അതെ, ആദ്യം വന്നത് വീട്ടിൻ്റെ ഉള്ളിലേക്കാണ്. ഞങ്ങളപ്പോൾ എല്ലാവരും ഈ സൗണ്ട് കേട്ടിട്ടാണല്ലോ, ഇത് സൗണ്ട് നല്ല ലൗഡായി കഴിഞ്ഞ് നിലവിളിക്കുകയാണ് അവർ, ഇറങ്ങി വാടാന്നുള്ള പറഞ്ഞിട്ടുള്ള നിലവിളിയാണ്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ വാതിൽ തുറക്കാൻ നിന്നില്ല, എല്ലാവരും വാതിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു. ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടെ വാതിലേക്ക് തള്ളിപ്പിടിച്ച് നിന്നു. അപ്പോൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് അവർ റിട്ടേൺ വന്ന് ഇതിനെ ചെയ്തത്. ഇത്രയും മുബാറക്ക്, മൻസൂറിന്റെ സഹോദരനായ മുബാറക്ക് നമ്മളോടൊപ്പം ഉണ്ട്. മുബാറക്ക് സുഹൃത്തുക്കളെ ചേർന്ന് ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. ആ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് നാട്ടിൽ പ്രശ്നമായപ്പോൾ എല്ലാവരും ഒത്തുതീർപ്പായ പ്രശ്നമാണ്. പിന്നെ അവർ കുത്തിപ്പൊക്കി അത് വലിയൊരു പ്രശ്നത്തേക്ക് എത്തിച്ചു. ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ലിയർ ആക്കി ഇതാണ്. എൻ്റെ ഒരു പേടി കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാവിലെ 2 ദിവസം മുന്നേ ഉമ്മയായി പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അതുപോലെ ഇന്നലെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ നമ്പർ കാര്യങ്ങൾ കൊടുത്തു. എന്നെ എങ്ങനെ ഭീഷണി ഉണ്ടെന്ന് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ ഇന്നലെ വൈകിട്ട് ഫുള്ള് വാച്ച് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എങ്ങനെ വാച്ച് ചെയ്യേണ്ടത് ഇതാകേണ്ടത്. പോലീസ് വന്നിട്ടില്ല. പോലീസ് ഇന്നലെ കുറച്ച് ജീപ്പ് എടുത്ത് 2 ജീപ്പ് ആ ഒരു സമയത്ത് കറങ്ങി. പിന്നെ വൈകുന്നേരം സമയത്ത് ഞങ്ങളെല്ലാവരും നേരത്തെ വീട്ടിൽ കയറി. എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ വീട്ടിൽ കയറി എല്ലാവരും ഇതായി നിൽക്കേണ്ടവർ. രാവിലെ എണീക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. മൻസൂറിനെയും മുബാറക്കിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ അതിന് മുമ്പായി, തൊട്ട് മുമ്പായി, അവരുടെ പ്രതികരണം എടുക്കുന്നതിന് തൊട്ട് മുമ്പായി ഞാൻ ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കാം. ഒരു ചിറ്റിക പോലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളെല്ലാം തല്ലി തകർത്തിരിക്കുന്നത്. ഇവിടെ ഈ കാറിൻ്റെ ഈ ഡോറ് കണ്ടാൽ തന്നെ മനസ്സിലാവും മൂർച്ചയുള്ള ഏതോ ഒരു ആയുധം, അത് വാള് തന്നെ ആയിരിക്കാം. ആ വാള് പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഈ വാഹനം കൊത്തി നുറുക്കിയിരിക്കുന്നു എന്ന രീതിക്ക് വേണം പറയാൻ. കാരണം ഇന്നലെ അവർ ഏത് അവസ്ഥയിലാണ് ഇവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ളവർക്ക് സാധിച്ചിട്ടില്ല. ആ മൻസൂറിനെയും മുബാറക്കിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ളവരാണ്. അവർ ഈ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ടാണ് എണീച്ചതെന്നാണ് മൻസൂർ നേരത്തെ പറയുന്നത്. വളരെ പേടിച്ചു പോയല്ലോ. നല്ല പേടിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഫോൺ കോൾ ചെയ്യാനും കൂടി സമയമില്ല ഇവർക്ക്. എന്താ അപ്പോൾ പിന്നെ വെളിയിൽ ഇറങ്ങണ്ടാവണം. ആയുധങ്ങളല്ലേ കയ്യിലുള്ളത്, അതുകൊണ്ട് വെളിയിൽ ഇറങ്ങണ്ടാവുന്നുണ്ട്. കണ്ടിരുന്നു ആരൊക്കെ? കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ടില്ല. ലൈറ്റ് ഇട്ടാൽ പിന്നെയും രൂക്ഷമായാലോ കൊണ്ട് ലൈറ്റ് ഇട്ടില്ല. കല്ലും കൊണ്ടൊക്കെ അവർ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. തള്ളിയിട്ട് ഞങ്ങൾ പ്രസ് ചെയ്തിട്ടേ നിൽക്കണം. വെളി വിടാണ്ട് തുറക്കാണ്. വെളി പ്രസ് ചെയ്തിട്ടേ നിന്നു. അത്രയ്ക്കുള്ള ബലമൊന്നും ഇല്ലല്ലോ വാതിൽ. ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ കല്ലുകൾ കിടക്കുന്നുണ്ട്. ഈ വീട്ടിലേക്ക് ഇവർ ഈ കല്ലുകൾ ഉൾപ്പെടെ എടുത്ത് എറിഞ്ഞു. ഇവിടെ വീട്ടുകാരുണ്ടായിരുന്നു. ആ സമയത്ത് കല്ലുകൾ ഉൾപ്പെടെ എടുത്ത് എറിഞ്ഞ് ഈ ഡോറിൻ്റെ ലോക്ക് ഉൾപ്പെടെ ശക്തിയായി തള്ളി ഈ ഡോറിൻ്റെ ലോക്ക് ഉൾപ്പെടെ തകർത്ത് ഇട്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ വാതിൽ പൂർണ്ണമായും തുറക്കാൻ ഇവിടെ എത്തിയുള്ള ആക്രമണങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാവുമായിരുന്നില്ല സാഹചര്യം എന്നാണ് ഈ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം പറയുന്നത്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജനലുകളെല്ലാം കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. ഈ വാതിൽ ഒരു പക്ഷേ അവർക്ക് തകർക്കാൻ സാധിച്ചുമായിരുന്നെങ്കിൽ പക്ഷേ ഈ വീട്ടുകാർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവുമായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും വലിയ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ആവശ്യം. പോലീസ് ഓൾറെഡി അപ്ഡേറ്റ് അല്ല ഒരു കാര്യത്തിനും. 2-3 ദിവസം മുമ്പ് തന്നെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരുമായിട്ട് പോയി പറഞ്ഞതാണ് സ്റ്റേഷനിൽ. ഇന്നലെ ഇത് പിന്നെയും ഫോളോ അപ്പ് ആകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പേടി കൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തതാണ്. ഇതിന് ശേഷം ഈ വീട്ടിലേക്ക് വരുമോ, ഈ പരിസരത്തേക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല.